ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കടല യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. ഒന്ന് സാലഡും അതുപോലെ ചണക്കടലയുടെ റോസ്റ്റും കൂടിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചണക്കടല എടുത്തിട്ട് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 6 മണിക്കൂറിന് ശേഷം ഞാൻ ചണക്കടല ഒരു കുക്കറിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെള്ളവും അതുപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 വിസിൽ വരെ ഈ കടല വേവിച്ചെടുക്കാം. ഇനി വേവിച്ചെടുത്ത കടല ഞാനൊരു ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. കടല ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഓവനിലോട്ടേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവെക്കുന്നുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ 10 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്ത് എടുത്തു കൊണ്ടുവന്ന കടലയിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഓവനിൽ നിന്ന് ഈ കടല പുറത്തെടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 40 മിനിറ്റ് നേരം കൊണ്ടാണ് ഈ കടല നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ OTG ഓവനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 40 മിനിറ്റ്സ് ആണ് ടോട്ടലായിട്ടുള്ള ബേക്കിംഗ് ടൈം വന്നത്. ഓരോ 10 മിനിറ്റ്സ് കൂടുമ്പോൾ കടല പുറത്തെടുത്ത് നന്നായി ഇളക്കുന്നുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കടല. അടുത്തതായി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സാലഡാണ്. അതിനു വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് ചണക്കടല വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ കടലയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റാണ്, അതും ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാളയുടെ പകുതിയാണ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കക്കിരിക്ക, അതും തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിലോട്ടേക്ക് ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഡ്രസ്സിങ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറ് എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതുണ്ട്, അത് ഞാൻ ആ ഗ്ലാസ് ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഞാൻ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ പകുതി നീര് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാലഡ്സിന് എപ്പോഴും ഒലീവ് ഓയിലാണ് നന്നായിട്ട് ഉണ്ടാവുക, അപ്പോൾ നിങ്ങൾ ഒലീവ് ഓയിൽ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ജാറൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി കുലുക്കിയെടുക്കാം. നന്നായി തന്നെ കുലുക്കിയെടുക്കണേ. കുലുക്കിത്തക്കത്തി കുലുക്കിത്തക്കത്ത സകല കുലുക്കിത്തക്കത്തി. അപ്പോൾ നന്നായി കുലുക്കിക്കോളൂ കേട്ടോ. നന്നായി കുലുക്കിയിട്ട് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് തുറന്നിട്ട് ഈ സാലഡ് ഡ്രസ്സിങ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് ഈ ഡ്രസ്സിങ്ങിലോട്ടേക്ക് മിക്സ് ആവട്ടെ, അതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കി ഓൺ ദി സ്പോട്ട് കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ചെയ്യുക. അല്ല നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ തക്കാളിൻ്റെ കുരു കളയാനും അതുപോലെ കുക്കുംബർ ഇടരുത് കേട്ടോ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺ ദി സ്പോട്ട് കഴിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ കുരുവോടെ തക്കാളി ഇട്ടാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ സാലഡ് വെള്ളം ഇറങ്ങിയിട്ട് ആകെ ഒരു നാശമായിപ്പോയി, ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് തന്നെ കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ 2 കാര്യങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നമുക്ക് ഡയറ്റ് എടുക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ കഴിക്കുക. ലേഡീസ് പ്രത്യേകിച്ച് ഇതൊക്കെ കഴിക്കുക. പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ
പ്രത്യേകമായിട്ട് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ നമ്മുടെ ഫാമിലിനെയും കൂടി നന്നായി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ആ കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഡയറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള വിഭവങ്ങളൊന്നും കഴിക്കാണ്ടിരിക്കണ്ട. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.